നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ എല്ലാവരും കാത്തിരുന്ന ടാസ്ക്കാണ് നടക്കുന്നത്. അതെ, ഇന്നലെ പ്രൊമോയിൽ കാണിച്ചതുപോലെ തന്നെ കുറച്ച് ടഫായിട്ടുള്ള ടാസ്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം കൊടുത്ത ബോട്ടിൽ ടാസ്ക് റദ്ദാക്കപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരമൊരു പണി ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വിജയിക്കുന്ന ഒരാൾക്ക് നോമിനേഷൻ ഫ്രീ ആണ് ലഭിക്കാൻ പോകുന്നത്. 15 സീറ്റുകൾ പണിപ്പുരയിൽ ഒരുക്കിയിട്ടുണ്ട്. അതിൽ 15 പേരും വന്നിരിക്കുന്നുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ടേബിളിൽ ഇമ്മ്യൂണിറ്റി എന്നെഴുതിയൊരു ബോക്സും വെച്ചിട്ടുണ്ട്. അതിന് പിറകിലായിട്ട് അവരിയ്ക്കുന്നതിന് പിറകിലായിട്ട് ഒരു ബോക്സിൽ എല്ലാവരുടെ പേരുമുണ്ട്. മത്സരാർത്ഥികൾ ബ്ലൈൻഡ്സ് ധരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ ബ്ലൈൻഡ്സ് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി പുറത്തുനിന്നും മുഖംമൂടി ധരിച്ച കുറച്ച് ടീമുകൾ എത്തുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ പ്രതിനിധികളായ അവരിൽ ഒരാൾ ബോക്സിൽ നിന്നും ഒരാളുടെ പേരെടുക്കും. എന്നിട്ട് ആരാണോ എന്ന് വെച്ചാൽ അവരുടെ തോളിൽ തട്ടി ബ്ലൈൻഡ്സ് താത്തി എഴുന്നേൽപ്പിക്കും. അവർ പോയി സെൻറ്ററിൽ നിന്ന് ഇമ്മ്യൂണിറ്റി ബോർഡിലെടുത്ത് ആരെയാണോ ആദ്യം ഒഴിവാക്കേണ്ടത് എന്ന് അവർക്ക് തോന്നുന്നത് അവരുടെ മുന്നിലേക്ക് ശബ്ദമൊന്നുമില്ലാതെ കൊണ്ടുവയ്ക്കും. അപ്പോഴൊക്കെ നമ്മളുടെ ഈ പ്രതിനിധികൾ ചുറ്റിലും നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അറിയിപ്പ് ലഭിക്കുമ്പോൾ എല്ലാവരും 15 പേരും ബ്ലൈൻഡ്സ് അഴിച്ചു മാറ്റണം. അപ്പോൾ ബോട്ടിൽ ആരുടെ മുന്നിലാണോ അവർ ആരാണ് കൊണ്ടുവച്ചത് എന്ന് ഗസ് ചെയ്ത് പറയണം. സംശയമുള്ളവരോട് 3 ചോദ്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പോൾ അവർ കറക്റ്റ് ഉത്തരമാണ് പറയുന്നതെങ്കിൽ അവർക്ക് അവിടെ ഇരിക്കാം, കൊണ്ടുവച്ച ആൾ പുറത്തു പോകും. അതല്ല തെറ്റാണ് പറയുന്നതെങ്കിൽ ബോട്ടിൽ ആരുടെ മുന്നിലാണോ അവർ പുറത്തു പോകും. ഗെയിം തുടങ്ങിയപ്പോൾ ആദ്യത്തെ അവസരം കിട്ടിയത് ആര്യനാണ്. ആര്യൻ ബോട്ടിൽ കൊണ്ടുവച്ചത് ജിഷിൻ്റെ മുന്നിലായിരുന്നു. ജിഷിന് കറക്റ്റ് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. ജിഷിന് ഔട്ടായി. അതേപോലത്തെ രണ്ടാമത്തെ അവസരം കിട്ടിയത് നിവിനായിരുന്നു. നിവിന് ആര്യൻ്റെ മുന്നിലായിരുന്നു കൊണ്ടുവച്ചത്. പക്ഷേ ആര്യൻ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞതുകൊണ്ട് നിവിനും പുറത്തായിരിക്കുകയാണ്. പിന്നീട് മൂന്നാമത് സാബുമാനാണ് അവസരം കിട്ടിയത്. സാബുമാൻ അനുമോളുടെ മുന്നിലാണ് കൊണ്ടുവച്ചത്. അനുമോൾക്ക് കറക്റ്റ് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. അനുമോൾ പുറത്തായി.